അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൺചട്ടി എങ്ങനെയാണ് മയക്കുന്നതെന്ന് കേട്ടോ. ഇതൊരു സജസ്റ്റഡ് വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഇതുപോലത്തെ കറുത്ത ചട്ടിയാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾ പറയുന്നത് പാണ്ടിച്ചട്ടി എന്നാണ് പറയുന്നത്, ഇതുപോലത്തെ ചട്ടി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചട്ടി മയക്കില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അവർ പറയണത് ഇത് നമുക്ക് ഗ്യാസിൽ നേരിട്ട് തന്നെ വെക്കാം എന്നാണ് പറയണത്. എന്നാലും നമ്മളൊന്നും ഇതിനെ മയക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇത് കഴുകിയിട്ടൊന്നുമില്ല, ഇത് മേടിച്ച ഉടനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ, നല്ല ഫ്രഷ് തേങ്ങ ഉണ്ടല്ലോ, അതിടും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് നല്ല ഞെരിടി തേച്ച് പിടിപ്പിക്കും കേട്ടോ. അപ്പോൾ ചോദിക്കും എണ്ണ തേച്ചാൽ പോരെന്ന് ചോദിക്കും, എന്നാലും മതിയും തോന്നും. പക്ഷേ എൻ്റെ മമ്മിയൊക്കെ ഇതുപോലെയാണ് ചെയ്യുന്നത്. തേങ്ങ ഇങ്ങനെ ചെറുകിയ തേങ്ങ ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും നന്നായിട്ട്. അപ്പോൾ തന്നെ ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ എല്ലാ വശത്തും തേച്ച് പിടിപ്പിക്കാം. നമ്മൾ തിരുമ്മിയ ഉടനെയുള്ള തേങ്ങ ആയിരിക്കണം കേട്ടോ. അതുപോലെ ഇതിൻ്റെ ബാക്കിലും ഒക്കെ അതുപോലെ ഈ സൈഡിലും ഒക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് ഞാൻ ചട്ടി എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന് കേട്ടോ. ഞാൻ കൂടുതലും എടപ്പള്ളിപ്പള്ളിയിൽ അവിടെ വാതിക്കൽ ചട്ടി വിൽക്കുന്നുണ്ട്, അവിടെ നിന്നാട്ടോ മേടിക്കുന്നത്. ഇപ്പം ഇതും അവിടെ നിന്ന് തന്നെ മേടിച്ചത്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് പള്ളിപ്പെരുന്നാളായിരുന്നു, അപ്പോൾ അവിടെ ചട്ടി പ്രധാനം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ടുവന്നാൽ ഞാൻ ചട്ടി അവിടെ നിന്നേ മേടിക്കാറുള്ളൂ. എനിക്ക് അവിടുത്തെ ചട്ടിയാണ് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. വേറെ മേടിക്കുമ്പോൾ അത് പെട്ടെന്ന് ഒരു ചെളിയുടെ ചുവ ഉണ്ടാകലുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടൊന്നുമില്ല. അതിപ്പോൾ പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്ത് മാത്രമല്ല, അല്ലാണ്ടും പള്ളിയുടെ വാതിക്കയിൽ ചട്ടി വിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ ആ തേങ്ങ എല്ലാം ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് എണ്ണ പിടിച്ചിരിക്കുന്ന പോലെയായിട്ട് ഇരിക്കുന്നത്. ഇത് ഇങ്ങനെ കുറച്ച് സമയം ഒരു മണിക്കൂർ നേരത്തേക്കൊക്കെ ഇരുന്നോട്ടെ കേട്ടോ. അത് 1 മണിക്കൂർ കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പല രീതിയിലും മയക്കാറുണ്ട്, പക്ഷേ കുറച്ചും കൂടെ എനിക്ക് നന്നായിട്ട് തോന്നിയത് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യും കേട്ടോ. ചിലപ്പോൾ ഞാൻ പറമ്പിൽ തീയിടുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കൊണ്ടുപോയിടലുണ്ട്. ചില സമയത്ത് അടുപ്പ് കത്തിക്കുമ്പോൾ അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെക്കലുണ്ട്. എല്ലാത്തിനും കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡിലാട്ടോ. വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ചുമന്ന ചട്ടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗ്യാസിൽ വെക്കുമ്പോൾ കറുത്തട്ടി തന്നെ മേടിക്കാൻ നോക്കാം കേട്ടോ. ഇത് തേങ്ങ തേച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് എണ്ണയുടെ അംശമൊന്നും ഇപ്പോൾ കാണാനില്ല. അതെല്ലാം ഈ ചട്ടി വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തുള്ളത് ഒന്ന് ഞാൻ ജസ്റ്റ് തട്ടിക്കളയാം കേട്ടോ. വിറകടുപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ തട്ടിക്കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഗ്യാസ് അടുപ്പിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വിറകടുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഇനി ഇത് ചൂടാക്കാൻ പോകുന്നത് കേട്ടോ. ഇനി ഈ ചട്ടിയിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഇത് അരി കഴുകിയ വെള്ളം കേട്ടോ. നമ്മൾ ചോറ് വെക്കാൻ നേരത്തെ അരി കഴുകത്തില്ലേ, ആ വെള്ളമാണിത്. അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നിറച്ച് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള തവിടൊക്കെ ഉണ്ട്, അങ്ങനത്തെ വെള്ളമാണ് വേണ്ടത്. ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. വിറകടുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് തിളപ്പിച്ചാലും മതി. അതിൽ വെച്ച് തിളപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ല കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ മുറ്റത്ത് ഇങ്ങനെ ഒരു 3 കല്ലൊക്കെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ചൂട്ട് വെച്ചിട്ട് കത്തിച്ച് വെള്ളം തിളപ്പിച്ചാലും മതി. അങ്ങനെയൊന്നും അടുപ്പൊന്നും വെക്കാനോ ഇല്ലാത്തവർക്കോ വേണ്ടിയിട്ട് ആണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ സ്റ്റൗവിലോട്ട് മാറ്റുക കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒഴിച്ചിരിക്കുന്ന ആ അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ തിളച്ചോട്ടെ കേട്ടോ. വിറകടുപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു അരമണിക്കൂർ നേരമൊക്കെ വിറകടുപ്പിൽ തന്നെ കിടന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് അറിയിട്ടുണ്ട് കേട്ടോ. അത് 1 മണിക്കൂർ കൂടുതലായിട്ടാണ് വെച്ചേക്കുന്നത്. ചട്ടിയാകുമ്പോൾ വെള്ളം തണുക്കാനായിട്ട് കുറച്ച് താമസമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകണം. അപ്പോൾ ഇത് ആറിയതിന് ശേഷം മാത്രമേ ഇത് കഴുകാൻ പാടുള്ളൂ കേട്ടോ. ഇതൊന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് സോപ്പിട്ട് കഴുകുക. സാധാരണ പാത്രമൊക്കെ കഴുകുന്ന പോലെ തന്നെയാണ് കഴുകേണ്ടത്. കണ്ടോ, അടിവശം കണ്ടോ, നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. അപ്പോൾ ഞാൻ ഇതുപോലെ ആട്ടോ ചട്ടി മയക്കെടുക്കുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ് കേട്ടോ. ചട്ടി എല്ലാവരുടെ വീട്ടിലും ആവശ്യമുള്ള സാധനം തന്നെയാണ്. അപ്പോൾ മയക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഒരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.